ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൗതമിൻ്റെ കാറ് ആക്സിഡൻ്റ് ആയതോടുകൂടി നിർമ്മല ഓടി ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് നിർമ്മല ഗൗതമിനെ ഒരുപാട് വിളിക്കുകയാണ്. മോനെ ഒന്ന് കണ്ണ് തുറക്ക്, എന്താ പറ്റി മോനെ ഒന്ന് കണ്ണ് തുറക്ക് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ആളുകളെയൊക്കെ വിളിക്കുകയാണ്. ആരെങ്കിലും ഒന്ന് ഓടി വരുമോ, മോനെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുമോ എന്നൊക്കെ പറഞ്ഞ് വെപ്രാളം പിടിച്ച് നിർമ്മല വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ നാട്ടുകാരൊക്കെ ഓടി വരികയാണ്. എന്നിട്ട് നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ഓട്ടോയിൽ നിർമ്മലയുടെ കൂടെ ഗൗതമിനെ അയക്കും കേട്ടോ. അപ്പോഴൊക്കെ ഗൗതമിന് ബോധം തെളിഞ്ഞിട്ടില്ല. അങ്ങനെ നിർമ്മലയുടെ തോളിലേക്ക് ചാരി കിടന്നിട്ടാണ് ഗൗതമിനെ കൊണ്ടുപോകുന്നത്. ആ സമയത്തൊക്കെ നിർമ്മല ടെൻഷനോട് കൂടി ഗൗതമിനെ വിളിക്കുന്നുണ്ട്. മോനെ കണ്ണ് തുറക്കും മോനെ എന്ന് പറഞ്ഞ് പല തവണയായി വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം അവിടുത്തെ സ്റ്റാഫുകളെ നിർമ്മല വിളിക്കുകയാണ്. ഈ മോനെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുമോ, ഈ മോന് ബോധമില്ല എന്ന് പറയണം. അങ്ങനെ സ്റ്റാഫുകളൊക്കെ കൂടി ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ് നിർമ്മലയോട്, എന്ത് പറ്റിയതാണ് എന്ന് ചോദിക്കുമ്പോൾ ആക്സിഡൻ്റ് ആണ് ഡോക്ടർ, ഇതാരാണ് നിങ്ങളുടെ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ എനിക്ക് അറിയില്ല, ആക്സിഡൻറ്റ് പറ്റിയതാണ് ഈ മോനെ ഒന്ന് രക്ഷപ്പെടുത്തു ഡോക്ടർ എന്ന് പറഞ്ഞ് നിർമ്മല വെപ്രാളം പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഡോക്ടർ കാഷ്വാലിറ്റിയിലേക്ക് ഗൗതമിനെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഡോക്ടർ ഗൗതമിൻ്റെ മുറിവൊക്കെ ഡ്രസ്സ് ചെയ്ത ശേഷം തലയിലൊരു കെട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഗൗതമിന് ബോധം തെളിയുന്നത് വരെ നിർമ്മല അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതമിന് ബോധം വരികയാണ്. അങ്ങനെ ഗൗതം കണ്ണ് തുറന്നു നോക്കുന്ന സമയത്ത് ഹോസ്പിറ്റലാണെന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ ഗൗതം പെട്ടെന്ന് ആലോചിക്കുകയാണ് കേട്ടോ. കാർ ഓടിച്ചു വരുന്ന സമയത്ത് മുന്നിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയെ ഇടിക്കരുത് എന്ന് കരുതിയിട്ട് കാർ വെട്ടിച്ചതാണ്, അപ്പോൾ മരത്തിൽ പോയി ഇടിച്ചതാണ് എന്നുള്ള കാര്യമൊക്കെ ഗൗതം ആ സമയത്ത് ചിന്തിക്കുകയാണ്. എന്നിട്ട് ഡോക്ടറോട് സംസാരിക്കുകയാണ് കേട്ടോ. ഡോക്ടർ, എന്നെ ഇവിടെ ആരാണ് എത്തിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, ഒരു സ്ത്രീയാണ് നിന്നെ ഇവിടെ എത്തിച്ചത്, അവരവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഡോക്ടർ, എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല, ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടർ എന്ന് പറയട്ടോ. അപ്പോൾ ഡോക്ടർ പറയണേ, എന്നോടല്ല നന്ദി പറയേണ്ടത്, നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന സ്ത്രീയോടാണ് നീ നന്ദി പറയേണ്ടത്. കാരണം ഗൗതം 10 മിനിറ്റ് കൂടി വൈകിട്ടാണ് ഇവിടെ എത്തിയിരുന്നെങ്കിൽ നിന്നെ എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരില്ല, ഒരുപാട് രക്തം വാർന്നു പോയേന്. കറക്റ്റ് സമയത്ത് തന്നെയാണ് ആ സ്ത്രീ നിന്നെ ഇവിടെ എത്തിച്ചത് എന്ന് ഗൗതമിനോട് പറയട്ടോ. അപ്പോൾ എവിടെയാണ് ഡോക്ടർ, എനിക്ക് ആ സ്ത്രീയെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയാണ്, പുറത്തിരിക്കുന്നുണ്ട് അവർ എന്ന് പറയട്ടോ. അങ്ങനെ ഗൗതം പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന സമയത്ത് നിർമ്മല ടെൻഷൻ ആയിട്ടിരിക്കുന്നത് കാണാൻ ഗൗതമിനെ ഡോക്ടർ പരിശോധിക്കുന്ന സമയത്ത് നിർമ്മല പ്രാർത്ഥിക്കുന്നുണ്ടാവും കേട്ടോ. മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണ്, ആ മോനെ രക്ഷിക്കണം, ആ മോനെ ഒരു അപകടവും വരുത്തരുത് ഈശ്വര, ആ മോനെ പ്രസവിച്ച അമ്മ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചു പൊട്ടുന്ന വേദനയായിരിക്കും, എൻ്റെ അവസ്ഥ എനിക്കറിയാം, എൻ്റെ മോനെ എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ വേദന എനിക്ക് അറിയാവുന്നതാണ്, ആ മോന് ഒരു അപകടവും വരുത്തല്ലേ, ആ മോന് ഒരു കുഴപ്പവും വരുത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ നിർമ്മല. അങ്ങനെ ഗൗതമിനെ കാണുന്ന സമയത്ത് നിർമ്മലയ്ക്ക് ഒരുപാട് ആശ്വാസമാവുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, മോനെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നിന്നെ ഇങ്ങനെ കണ്ടപ്പോഴാണ് എനിക്കിപ്പോൾ ആശ്വാസമായത്. അപ്പോൾ ഗൗതം പറയാണ്, ഒരുപാട് നന്ദിയുണ്ട്, ഞാൻ ഒരിക്കലും ഈ സഹായം ചെയ്തെന്ന് മറക്കില്ല, എന്നെ കറക്റ്റ് സമയത്ത് ഇവിടെ എത്തിച്ചത് കൊണ്ടാണ് അപകടമൊന്നും ഉണ്ടാവാതിരുന്നത് എന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞു, ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ നിർമ്മല പറയണേ, എന്തിനാ മോനെ നീ എന്നോട് നന്ദി പറയുന്നത്, അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല, നിനക്കൊന്നും പറ്റിയില്ലല്ലോ, അത് തന്നെ വലിയ ആശ്വാസം. അപ്പോൾ ഗൗതം പറയാണ്, എൻ്റെ കാറിൻ്റെ ബ്രേക്ക് പൊട്ടിയിരുന്നു, അപ്പോൾ നിങ്ങൾ നടന്നു പോകുന്നത് ഞാൻ കണ്ടു, നിങ്ങളുടെ മേലിൽ കാറ് കയറരുത് എന്ന് കരുതിയിട്ട് ഞാൻ കാറ് വെട്ടിച്ചെടുത്തതാണ്, അപ്പോൾ ഒരു മരത്തിൽ പോയി ഇടിച്ചതാണ്, പിന്നെ കണ്ണ് തുറന്നു നോക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ദൈവാനുഗ്രഹം കൊണ്ട് കൂടുതലൊന്നും സംഭവിച്ചില്ല, എന്തായാലും നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറഞ്ഞ് ഗൗതം തൊഴുതുകൊണ്ട് നന്ദി പറയട്ടോ. അപ്പോൾ നിർമ്മല പറയാണ്, അവൻ്റെ നെറ്റിയിൽ നിന്നും ചോര വന്നത് കണ്ടപ്പോൾ എനിക്ക് ആകെ പേടിയായി, ഡോക്ടർ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞില്ലേ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല എനിക്കൊരു കുഴപ്പവുമില്ല, ഡോക്ടർ പറഞ്ഞു വേറെ പ്രശ്നമൊന്നുമില്ലെന്ന്, നിങ്ങൾ വെറുതെ ടെൻഷൻ ആവുകയൊന്നും വേണ്ട, എൻ്റെ പേര് പോലും അറിയാതെ ഞാൻ ആരാണെന്ന് പോലും അറിയാതെ ഇത്രയും നേരം എനിക്ക് വേണ്ടി ഇവിടെ കാത്തിരുന്നില്ലേ, നിങ്ങൾക്ക് വലിയൊരു മനസ്സാണ്, അല്ല അമ്മയുടെ പേരെന്താ, എൻ്റെ പേര് നിർമ്മല, മോൻ്റെ പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ ഗൗതം എന്നങ്ങ് പറയാൻ ഒരുങ്ങുമ്പോഴത്തേക്കും സിസ്റ്റർ വന്നിട്ട് ഈ മെഡിസിൻ അങ്ങ് വാങ്ങി, ഇതാണ് മെഡിസിൻ,
ഈ ബില്ല് അവിടെ കൗണ്ടറിൽ അടക്കണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിർമ്മല ആ മെഡിസിൻ വാങ്ങുകയാണ്. എന്നിട്ട് കൗണ്ടറിൽ അടക്കാനുള്ള ബില്ല് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ ബില്ല് നിർമ്മലയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ ആദ്യം എൻ്റെ കാർ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മെക്കാനിക്കിനെ വിളിച്ച് പറയട്ടെ, പിന്നെ നമുക്ക് ഇവിടെ നിന്ന് പോവാൻ വേണ്ടി ഒരു ടാക്സിയും വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞ് ഗൗതം ഫോൺ വിളിക്കാൻ കേട്ടോ. ഈ സമയത്ത് നിർമ്മലയുടെ കയ്യിൽ ഗൗതമിൻ്റെ പേരെഴുതിയ ഗൗതം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിർമ്മല അതിങ്ങനെ തുറന്നു നോക്കിയിട്ട് വായിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഒരുങ്ങുകയാണ്. അപ്പോഴത്തേക്കും ആ ബില്ല് ഗൗതം അങ്ങ് വാങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് പോക്കറ്റിൽ നിന്നും പേഴ്സ് എടുക്കുകയാണ്. ഞാൻ എന്നാൽ ബില്ല് അടച്ചിട്ട് വരാം, നിങ്ങളിവിടെ നിൽക്കൂ എന്ന് പറഞ്ഞ് ഗൗതം പോക്കറ്റിൽ നിന്നും പൈസ എടുത്ത ശേഷം തിരിച്ച് പോക്കറ്റിലേക്ക് തന്നെ ആ പേഴ്സ് വെക്കുകയാണ് കേട്ടോ. ആ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗൗതമിൻ്റെ പോക്കറ്റിൽ നിന്നും താഴേക്ക് വീഴുകയാണ്. അപ്പോൾ ഗൗതം അത് അറിയുന്നില്ല. അങ്ങനെ ഗൗതം നേരെ കൗണ്ടറിലേക്ക് പോവുകയാണ് ബില്ലടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിർമ്മല ആ പേഴ്സ് താഴെ വീണത് കാണുകയാണ്. അപ്പോൾ നിർമ്മല ആ പേഴ്സ് പോയിട്ട് എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നിർമ്മല ഇങ്ങനെ വിളിക്കുന്നുണ്ട്, മോനെ നിൻ്റെ പേഴ്സ് താഴെ വീണു എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷേ ഗൗതം അത് കേൾക്കുന്നില്ല. അങ്ങനെ നിർമ്മല ആ പേഴ്സ് എടുത്ത് തുറന്നു നോക്കുന്ന സമയത്ത് അതിൽ ഗൗതമിൻ്റെയും പാറുവിൻ്റെയും ഫോട്ടോ കാണാൻ കേട്ടോ. അപ്പോൾ നിർമ്മല പെട്ടെന്ന് അങ്ങ് ഷോക്കായി പോവുകയാണ്. അപ്പോൾ ഇതാരാണ്, പാറുവിൻ്റെ ആരായിരിക്കും ഈ മോനെ എന്നിങ്ങനെ ചിന്തിക്കാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അനാഥാലയത്തിൽ നിന്നും പറഞ്ഞ കാര്യം ഓർമ്മ വരികയാണ്. നിൻ്റെ മോനെ കൊണ്ടുപോയത് മറ്റാരുമല്ല പാറുവാണ് എന്ന് പറഞ്ഞതും പിന്നീട് എൻ്റെ കുഞ്ഞിൻ്റെ പേരെന്താണെന്ന് ചോദിച്ച സമയത്ത് ഗൗതം എന്ന് പറഞ്ഞ വാക്കുകളൊക്കെ പെട്ടെന്ന് നിർമ്മലയ്ക്ക് അങ്ങ് ഓർമ്മ വരികയാണ് കേട്ടോ. എന്നിട്ട് ഗൗതമിനെ തന്നെ നിർമ്മല കണ്ണെടുക്കാതെ നോക്കുകയാണ്. അപ്പോൾ ഇതായിരിക്കുമോ എൻ്റെ മോൻ ഇതായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് നിർമ്മല ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോഴത്തേക്കും ഗൗതം നിർമ്മലയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ ബില്ലടച്ച ശേഷം. അപ്പോൾ നിർമ്മല കണ്ണെടുക്കാതെ ഇങ്ങനെ ഗൗതമിനെ തന്നെ നോക്കുകയാണ്. കണ്ണീരോട് കൂടി വിതുമ്പിയിട്ടാണ് കേട്ടോ നിർമ്മല കണ്ണെടുക്കാതെ ഗൗതമിനെ നോക്കുന്നത്. അപ്പോൾ ഗൗതം തന്നെ അതിശയിച്ചു പോവുകയാണ്. എന്തു പറ്റി, എന്നെ തന്നെ നോക്കുന്നുണ്ടല്ലോ എന്നിങ്ങനെ മനസ്സിൽ ഗൗതമും ചിന്തിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ അമ്മേ, എന്തു പറ്റി, എന്താ ഇങ്ങനെ സങ്കടം വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല മോനെ എന്ന് പറയട്ടോ. എന്നിട്ട് നിർമ്മല കയ്യിലുള്ള പേഴ്സ് ഇങ്ങനെ കൊടുക്കുകയാണ്. എൻ്റെ പേഴ്സ് താഴെ വീണിരുന്നോ, ഞാനത് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞ് ഗൗതം ആ പേഴ്സ് വാങ്ങുക കേട്ടോ. എന്നിട്ട് ഗൗതമിനോട് ചോദിക്കുകയാണ്, ഈ പേഴ്സിലുള്ള ഫോട്ടോ ആരുടെയാണ് എന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ അമ്മ പാറുവിൻ്റെ ആണ് എന്ന് പറയുമ്പോൾ പാറുവോ എന്ന് ചോദിക്കുമ്പോൾ അതെ, പാർവതി എന്നാണ് എൻ്റെ അമ്മയുടെ പേര്, എൻ്റെ അമ്മയാണത് എന്ന് പറയട്ടോ. ആ പേര് പറഞ്ഞതോടുകൂടി നിർമ്മല വിതുമ്പി കണ്ണീരോട് കൂടി ചോദിക്കുകയാണ്, മോൻ്റെ പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ ഗൗതം എന്നങ്ങ് പറഞ്ഞതോടുകൂടി നിർമ്മലയ്ക്ക് മനസ്സിലാവുകയാണ്, ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ മോനാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവുക കേട്ടോ. അങ്ങനെ നിർമ്മല ഗൗതമിൻ്റെ കവിളിങ്ങനെ തൊടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഗൗതം തന്നെ ശ്രദ്ധിക്കുകയാണ്, ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഭാവവ്യത്യാസം എന്നുള്ള ഇതിൽ. അങ്ങനെ ഗൗതം ചോദിക്കുക, എന്തിനാ അമ്മ കരയുന്നത്? ഒന്നുമില്ല മോനെ, നിന്നെ കണ്ടപ്പോൾ എൻ്റെ മോൻ്റെ പോലെ എനിക്ക് തോന്നി, എൻ്റെ മോനെ നന്ന ചെറുപ്പത്തിൽ തന്നെ എനിക്ക് നഷ്ടപ്പെട്ടതല്ല, ഞാൻ തന്നെയാണ് എൻ്റെ മോനെ ഉപേക്ഷിച്ചത്. ഇപ്പോൾ മോനെ കണ്ടപ്പോൾ എൻ്റെ മോൻ്റെ പോലെ എനിക്ക് തോന്നി, എൻ്റെ മോനെയാണ് എനിക്ക് ഓർമ്മ വന്നത് എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന സമയത്ത് ഗൗതമിനും വിഷമം വരികയാണ്. ഇപ്പോൾ എൻ്റെ മോനെ നിൻ്റെ അത്ര ആയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് വിതുമ്പി കരനീരോട് കൂടിയിട്ട് പറയുകയാണ് കേട്ടോ. ആ സമയത്ത് ഗൗതം ആശ്വസിപ്പിക്കുകയാണ്. ആ സമയത്തൊക്കെ നിർമ്മല മനസ്സിലിങ്ങനെ കരഞ്ഞുകൊണ്ട് ചിന്തിക്കുകയാണ്, എൻ്റെ മോനാണ് ഈ നിൽക്കുന്നത്, എൻ്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടി, എൻ്റെ മോനെ ഞാൻ കണ്ടു, എൻ്റെ മോനെ എനിക്ക് കണ്ണു നിറച്ച് കാണാൻ കഴിഞ്ഞു എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ച് കരഞ്ഞുകൊണ്ട് ഗൗതമിനെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണ് നിർമ്മല. എന്നിട്ട് പൊട്ടിക്കരയാണ് കേട്ടോ. ആ സമയത്ത് ഗൗതം പറയുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ മോനെ ഞാനായിട്ട് ഉപേക്ഷിച്ചതല്ലേ എന്ന് ഓർത്തിട്ടാണ് കരഞ്ഞത്, ഇപ്പോൾ എൻ്റെ മോൻ നിൻ്റെ പോലെ ആയിട്ടുണ്ടാവും, നിന്നെത്ര വളർന്നിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞോണ്ട് പറയട്ടോ. എന്നിട്ട് ഗൗതമിനോട് ചോദിക്കുകയാണ്, ഗൗതം ഞാൻ നിൻ്റെ നെഞ്ചിലൊന്ന് ചാഞ്ഞോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഗൗതം അതിനെന്താ എന്നങ്ങ് പറയാണ്. അങ്ങനെ നിർമ്മല ഗൗതമിനെ ചേർത്ത് നിന്ന് നെഞ്ചിലങ്ങ് ചാഞ്ഞിട്ട് പൊട്ടിക്കരയാണ് കേട്ടോ. ആ സമയത്ത് ഗൗതം ചേർത്ത് പിടിക്കുകയാണ്. നിർമ്മലയുടെ സങ്കടം കാണുന്ന സമയത്ത് ഗൗതമിനും കണ്ണിലൊക്കെ വെള്ളം വരികയാണ് കേട്ടോ. എന്നിട്ട് ഗൗതം നിർമ്മലയോട് പറയാണ്, നിങ്ങൾ ഇങ്ങനെ
ഇങ്ങനെ കരയല്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ സങ്കടം വരുന്നത്. ഞാൻ നിങ്ങളെ അമ്മ എന്ന് വിളിക്കട്ടെ, കാരണം എന്നെ ആക്സിഡൻ്റ് ആയ സമയത്ത് നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്നതും പിന്നെ എന്നെ കാണാതെ നിങ്ങൾ പോയിരുന്നെങ്കിൽ എൻ്റെ ജീവന് തന്നെ ആപത്തായിരുന്നു. നിങ്ങൾ എന്നെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നില്ലേ, അപ്പോൾ എൻ്റെ ജീവിതം തന്നെ നിങ്ങൾ എനിക്ക് തിരിച്ചു തന്നു. അപ്പോൾ ഒരു കണക്കിന് നിങ്ങൾ എൻ്റെ അമ്മയെ പോലെ തന്നെയല്ലേ, അതുകൊണ്ട് എനിക്ക് അമ്മ എന്ന് വിളിച്ചൂടെ, ഞാൻ അമ്മ എന്ന് വിളിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ നിർമ്മല പറയണം, മോനെ നീ വിളിക്ക്, നിൻ്റെ വിളിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് പറയട്ടോ. അങ്ങനെ ഗൗതം അമ്മ എന്നടിച്ചതോടുകൂടി നിർമ്മല പൊട്ടി പൊട്ടി കരയുകയാണ് കേട്ടോ. എന്നിട്ട് ഗൗതമിൻ്റെ കൈ പിടിച്ച് നേരെ കണ്ണിലേക്ക് വെച്ച് പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് നിർമ്മല പറയണ, ഒരുപാട് നന്ദിയുണ്ട് മോനെ, നീ എന്നെ അമ്മ എന്ന് വിളിച്ചപ്പോൾ എൻ്റെ ജീവൻ തന്നെ പോയതുപോലെയാണ്. അപ്പോൾ ഗൗതം പറയണ, നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വേദന എനിക്ക് മനസ്സിലാകുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മോനെ നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടും. അപ്പോൾ നിർമ്മല ഒന്നും മിണ്ടാതെ ഗൗതമിനെ തന്നെ കണ്ണ് നിറഞ്ഞുകൊണ്ട് നോക്കി നിൽക്കുക കേട്ടോ. എന്നിട്ട് ഗൗതം പറയണ, നിങ്ങൾ അതേപോലെ തന്നെയാണ് എൻ്റെ അമ്മ പാറുവും, എപ്പോൾ നോക്കിയാലും മോനെ മോനെ എന്ന് പറഞ്ഞ് എൻ്റെ പുറകിൽ നിന്ന് മാറുക തന്നെയില്ല. എൻ്റെ തലയിലെ ഈ കെട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അമ്മ പാറുവിന് അത് സഹിക്കാൻ കഴിയില്ല, അത്രയ്ക്ക് ഇഷ്ടമാണ് അമ്മയ്ക്ക് എന്നെ. ഇപ്പോൾ നിങ്ങളുടെ ഈ സ്നേഹം കാണുമ്പോൾ എനിക്ക് എൻ്റെ പാറുവിൻ്റെ അതേപോലെ തോന്നുന്നു നിങ്ങളെ കാണുമ്പോഴും. എൻ്റെ ജീവൻ നിങ്ങളാണ് രക്ഷിച്ചത് എന്ന് എൻ്റെ അമ്മ പാറു അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അമ്മ സ്നേഹം കൊണ്ട് നിങ്ങളെ വാരി പുണരും. അത്രയ്ക്ക് നല്ല മനസ്സാണ് അമ്മ പാറുവിൻ്റെ. നിങ്ങൾ ഇത്രയും നല്ല കാര്യം എനിക്ക് വേണ്ടി ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു കാര്യം ചെയ്യാം, എൻ്റെ വിസിറ്റിംഗ് കാർഡ് നിങ്ങൾക്ക് ഞാൻ തരാം, നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എൻ്റെ ഈ ഫോൺ നമ്പറിലേക്കൊന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് നിർമ്മലയുടെ കയ്യിലേക്ക് വിസിറ്റിംഗ് കാർഡ് കൊടുക്കുകയാണ് ഗൗതമിൻ്റെ. അപ്പോഴൊക്കെ നിർമ്മല കണ്ണെടുക്കാതെ തന്നെ ഗൗതമിനെ കരഞ്ഞുകൊണ്ട് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് ഗൗതം പറയണേ, നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയാൽ എൻ്റെ ഓഫീസിൽ വന്ന് അക്കാര്യം പറയണം എന്നും പറഞ്ഞ് വിസിറ്റിംഗ് കാർഡ് കയ്യിൽ കൊടുക്കണം. എന്നിട്ട് ഗൗതം പറയണ, ടാക്സി ബുക്ക് ചെയ്തിട്ട് കുറേ നേരമായി, വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ഗൗതം നിർമ്മലയുടെ കൈയും പിടിച്ച് കൊണ്ടുപോവുകയാണ് കേട്ടോ. നിർമ്മലയാണെങ്കിലും നടക്കാൻ പോലും കഴിയാതെ ഗൗതമിനെ തന്നെ നോക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ആ സമയത്ത് ഗൗതം നിർമ്മലയുടെ കൈ പിടിച്ച് തോളിലൂടെ കൈയിട്ട് നടത്തി കൊണ്ടുപോവുകയാണ്. ആ സമയത്തൊക്കെ നിർമ്മല കണ്ണെടുക്കാതെ തന്നെ ഗൗതമിനെ വിതുമ്പി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഗൗതം കാറിലേക്ക് നിർമ്മലയെ കയറ്റുകയാണ് കേട്ടോ. എന്നിട്ട് കാറിലിരുന്നു കൊണ്ടും ഗൗതമിനെ തന്നെ നോക്കുകയാണ്. അങ്ങനെ ഗൗതം ചോദിക്കുകയാണ് വീണ്ടും, എന്താ അമ്മ, എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അത് നീ കുഞ്ഞായിരുന്നപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ, എന്ത് അമ്മ പറഞ്ഞത്, അല്ല എൻ്റെ മോൻ കുഞ്ഞായിരുന്നപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നതാണ് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി കാറിൽ ഒരുമിച്ച് പോവുകയാണ്.